ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ ചാമ്പ്യന്മാർ ആരായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സീസൺ അവസാനിക്കുന്ന സമയത്ത് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. നിലവിലെ ഫോം വെച്ചിട്ടുള്ള ഒരു ടോപ്പ് 4 ടീമിനെയാണ് നമ്മളിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം 4ാം സ്ഥാനത്തേക്ക് 2 ടീമിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഒന്ന് ടോട്ടൻഹാം, അതുപോലെ തന്നെ ആസ്റ്റൺ വില്ല. ടോട്ടൻഹാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അത്യാവശ്യം ബിഗ് മാച്ചസിലേക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ടീമായിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് നടന്ന കർബോവ കപ്പിലാണെങ്കിലും യുണൈറ്റഡിനെതിരെ 4-3 എന്ന ഗോൾ സ്കോറിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് മാച്ച് വരുമ്പോൾ അതുപോലെ ആ ഒരു ഫോം പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും ടോപ്പ് 4ലേക്ക് വരാൻ സാധ്യതയുള്ള ടീമാണ്. അതുപോലെ ആസ്റ്റൺ വില്ലയുടെ കാര്യത്തിലും സെയിം അവസ്ഥയാണ്. ബിഗ് മാച്ചസിലൊക്കെ നല്ല എഫേർട്ടും നല്ല മാക്സിമം പൊട്ടൻഷ്യലോടി കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സിനെ കാണാൻ വേണ്ടി എക്സാമ്പിൾ എമി മാർട്ടിനസിൻ്റെ കാര്യം തന്നെ പറയാം. പക്ഷേ സംടൈംസ് ഒരുപാട് ഗോളുകളും വാങ്ങി കൂട്ടുന്നതായി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എമി മാർട്ടിനസിൻ്റെ കാര്യം മാത്രമല്ല, ടോട്ടൽ ടീമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി 3ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ആർസണലിനെയാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കുറച്ച് ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീസൺ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചിലപ്പോൾ ചാമ്പ്യന്മാരായി പോകും എന്ന് വരെ തോന്നിയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ആർസണലിൻ്റെത്. പക്ഷേ സീസൺ പകുതി ആവുന്ന സമയത്ത് ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ടോപ്പ് 3യിലേക്ക് ആർസണലും ടോപ്പ് 2യിലേക്ക് വരുമ്പം ചെൽസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ചെൽസി ലാസ്റ്റ് കളി തോറ്റിട്ടുണ്ടായിരുന്നു. ചെൽസിയുടെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു ചേഞ്ചസ് ആയിരുന്നു. കാരണം ആദ്യം ഒരു ടോപ്പ് 4ൽ വരാത്തൊരു ടീമായിരുന്നു. പക്ഷെ പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഫോമിലേക്ക് വന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് കളി ആ ഒരു ഫോം കാണാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ലിവർപൂളായിട്ട് നല്ല രീതിയിൽ ടൈറ്റിൽ റേസിൽ എന്തായാലും ചെൽസി ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ചിലപ്പോൾ വിൻ ചെയ്യാനുള്ള സാധ്യതയും ഇല്ലാതില്ല. പക്ഷേ ടോപ്പ് 1ലേക്ക് വരുമ്പം അത് ലിവർപൂൾ തന്നെയാണ്. അത് പ്രത്യേകിച്ച് റീസണൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ലിവർപൂളിലെ ഗെയിം എല്ലാവരും വാച്ച് ചെയ്യുന്നതാണ്. കാരണം അവർ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എന്താണോ അവർ സ്റ്റാർട്ടിങ് ചെയ്തത് ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ടൈം വരെ അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. ബിഗ് മാച്ചസിലാണെങ്കിലും അപാര പെർഫോമൻസാണ്. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ തോൽക്കുമെന്നുള്ള ഒരു ഘട്ടത്തിൽ സമനില പിടിക്കുന്ന ആ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് മാച്ചസിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ ടോപ്പ് 1ലാണുള്ളത്. ഈ ഒരു സീസണിൽ ചാമ്പ്യൻസ് ലീഗിലും ഒരുപാട് സാധ്യത ലിവർപൂളിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രീമിയർ ലീഗിലെ ഒരു 80% ലിവർപൂൾ തന്നെ ആയിരിക്കും ചാമ്പ്യന്മാരാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ആരൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.